കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരുണയോടെ അവിടെ നമ്മെ കാക്കുന്നല്ലോ. അവിടുത്തെ വിശ്വസ്തയ്ക്കും എന്നുമെന്നും നന്ദി പറയാം. വീഴുന്നവരെയൊക്കെ ഹോത്താങ്ങുന്നു, കുഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവിടെ നിവർത്തും. ഏകായികളെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കും. ഭക്തന്മാരെ വിടുവിക്കുന്ന ദൈവം തൻ്റെ സകല പ്രവൃത്തികളോടും കാരണത്ത് വന്നു. ഓരോ ജഡത്തിനും അതതിൻ്റെ സമയത്ത് നൽകേണ്ടത് നൽകുന്ന ദൈവം. കൊടാനുകോടി വഴികൾ എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ വിചാരങ്ങളും വഴികളും അത്യന്തം ശ്രേഷ്ഠമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൊടുങ്കാറ്റിലും സമുദ്രത്തിലും മരുഭൂമിയിലും അവിടുത്തെ വഴികളുണ്ട്. പ്രിയരെ, അവിടുത്തെ സാന്നിധ്യമെന്തും തിരിച്ചറിയാൻ നമുക്കിടയാവണം. ധൈര്യത്തോടെ പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഓരോ ദിവസവും വിശ്വാസത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ദൈവം നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം എല്ലാ കാലത്തും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധിയിൽ മഹിമയുള്ള സ്തുതികളിൽ ഭയങ്കരനായ താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവരും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ദൈവം നമ്മുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എല്ലാ കാലത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ ആരാധിക്കാൻ, അമാവാസിയിലും പൗർണവാസിയിലും കാഹളമൂതേണ്ടത് ഇസ്രായേലിന്റെ ചട്ടവും യാക്കോബൻ ദൈവത്തിന്റെ പ്രമാണമാണ്. ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കാൻ. ദാവീദ് സാഹചര്യങ്ങൾ അനുകൂലമായപ്പോഴല്ല 34 സങ്കീർത്തനം എഴുതിയത്. ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ട് ഓടിപ്പോകുമ്പോൾ ചമച്ച സങ്കീർത്തനാണ് 34. അവിടെ പറയും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. കാരണം അവിടുന്ന് ആരാണ് എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും രുചിച്ചറിയാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല, ദൈവത്തെ വാഴ്ത്താതിരിക്കാൻ കഴിയില്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഇന്ന് പകലിലും നമ്മുടെ അകത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണം. വേദനകളും സങ്കടങ്ങളും വരുമ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സുഖവും സന്തോഷം വരുമ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവിടുന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും നടത്തിപ്പുകാരനായി കൂടെ ഉള്ളത്. മനുഷ്യ ബന്ധങ്ങളൊക്കെ പ്രിയരെ അസ്തമിക്കും. അതുകൊണ്ടാണ് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. നമ്മുടെ കർത്താവിന് മാത്രമേ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. സാഹചര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. നിരാശപ്പെടരുത്. ആരും മാറട്ടെ, ആരും മറക്കട്ടെ, തള്ളിക്കളയട്ടെ, തള്ളിക്കളയാത്ത ഉപേക്ഷിക്കാത്ത ഒരുവൻ എപ്പോഴും നമ്മുടെ കൂടെ ചാരയുണ്ട്. ആശ്വസിപ്പിക്കാൻ, കരത്തിൽ പിടിക്കാൻ, കണ്ണുനീര് തുടയ്ക്കാൻ, കാതുകളിൽ ഇമ്പസ്വരം കേൾപ്പിക്കാൻ, കാലുകൾ ഇറാതെ നടത്താൻ, പുതിയ കാഴ്ചപ്പാടോടെ മുമ്പോട്ട് പോകാൻ ഇട നൽകാനും ഒക്കെ അവിടുത്തെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ധൈര്യത്തോടെ നമുക്ക് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാം. ചഞ്ചലപ്പെടരുത്, സംശയിക്കരുത്. നമ്മെ വിളിച്ചവൻ ആരാണെന്ന ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ആവർത്തിച്ച് പറയുന്നു, വിളിച്ചവൻ സർവശക്തൻ, വിളിച്ചവൻ ഉന്നതനാണ്, വിളിച്ചവൻ ഉയർന്നിരിക്കുന്നവനാണ്, വിളിച്ചവൻ ശാശ്വതവാസിയാണ്. അനാദ്യയായവനാണ് വിളിച്ചത്.
ആദ്യനും അന്ത്യനുമാണ് വിളിച്ചത്. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എങ്കിൽ ഭയമില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാം. ഉള്ളിലൊരു ബലം ഇന്ന് പകലുണ്ടാകട്ടെ. ധൈര്യത്തോടെ പറ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ആ ദിവസം വരെ കാക്കാൻ അവിടുന്ന് ശക്തനാണ് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറയാൻ നമുക്കിടയാകണം. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ, യെശയ്യാ 11:9 സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇഷയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും. ആ കർത്താവിനെ പറ്റിയാണ് താഴെ പറയുന്നത്, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവഭക്തിയുടെ ആത്മാവ്. അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും. കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു പ്രവചന ഭാഗമാണത്. ഇനി നോക്കൂ, എന്നിട്ടാണ് പറയുന്നത്, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ നിറയ്ക്കുന്ന ദൈവം. ഇന്ന് പകൽ എവിടെയോ ഷോർട്ടേജ് വന്നു, നിറയാൻ കഴിയുന്നില്ല, സംതൃപ്തിയില്ലാതെ അലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ നിറയ്ക്കുന്ന ഒരു ദൈവം. ആത്മാവിൽ നിറയാൻ കഴിയാതെ, പ്രാർത്ഥനയിൽ പൂർണ്ണത ഇല്ലാതെ, അഭിഷേകത്തിൽ ചോർച്ച സംഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും ഷോർട്ടേജ് വന്ന എല്ലാത്തെയും നിറയ്ക്കുന്നവൻ്റെ നിറവിനാൽ ഇന്ന് പകൽ നിങ്ങൾ നിറഞ്ഞു വരാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ, സമുദ്രത്തിനകത്ത് ഷോർട്ടേജ് വരില്ലല്ലോ, അതുപോലെ നിറയ്ക്കുന്നവൻ, പരിജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്ന ദൈവം. അങ്ങനെ നിറഞ്ഞാൽ അവിടെ പറയുന്നത്, എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ. ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ, ദൈവ സാന്നിധ്യമുള്ളിടത്ത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നയിടത്ത്, ദൈവ തേജസ് വരുന്നയിടത്ത് എങ്ങും ഒരു നാശവും ദോഷവും ഉണ്ടാകില്ല. മനസ്സിലായോ? ദൈവം വസിക്കുന്നയിടത്ത്, ദൈവം ഇറങ്ങി വരുന്നയിടത്ത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ, ദൈവം നമ്മോടുകൂടെ വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഴ്ചയുടെ കാലങ്ങളിൽ പ്രിയത ഇന്ന് പോലെ അതിൻ്റെ ആത്മീയ വെളിപ്പാട് ഞാൻ പറയാം. ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നാൽ ദൈവത്തിൻ്റെ സഖ്യത നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും തലമുറകളുടെ മേലും അഭിഷക്തന്മാരെ ദൈവസഭയുടെ മേലും വന്നാൽ എങ്ങും ഒരു ദോഷം വരില്ല, എങ്ങും ഒരു നാശം വരില്ല. അറപ്പാൻ, മുടിപ്പാൻ, നാശം വിതയ്ക്കുവാൻ അന്ധകാര മണ്ഡലങ്ങൾ പതിയിരിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി നുകങ്ങളെ തകർക്കുകയും അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അഭിഷേകത്താൽ നിറഞ്ഞു വന്നാൽ പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകുമെങ്കിൽ ഒരു നുകത്തിനോടെ നിൽക്കാൻ പറ്റില്ലെന്നേ, നുകം വെക്കാൻ പറ്റില്ലെന്നേ, ദോഷം പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അധികാരത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അടുത്തത്, ആ വെയിലൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. നിങ്ങളുടെ നാവിന്മേൽ അധികാരം വന്നാൽ, നിങ്ങൾ നടക്കുമ്പോൾ അധികാരത്തിൻ്റെ ശക്തി വ്യാപരിച്ച നിങ്ങൾ നടക്കുമ്പോൾ, നിഴൽ തട്ടുമ്പോൾ പോലും അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ആത്മാവിൻ്റെ അനോയിൻറ്റിങ് വരണം, നിറവ് വരണം, ദൈവത്തിൻ്റെ പ്രസൻസ് വരണം. ഇരുള് മാറണമെങ്കിൽ, അസ്വസ്ഥത മാറണമെങ്കിൽ ദൈവാത്മാവിൻ്റെ ശക്തി അളവറ്റ വലുപ്പം ഈ പ്രഭാതത്തിൽ വ്യാപരിച്ചാൽ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നിമിഷമാണെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു.
എങ്ങും 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 ഒരു ദോഷം ഉണ്ടാവില്ല, നാശമുണ്ടാകില്ല. നാശത്തിൻ്റെ ഓ പിൻപിൽ പ്രവർത്തിക്കുന്ന ചില ദുഷ്ടശക്തികൾക്ക് തീ കൊണ്ട് മതിലാക്കിയ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റില്ല. അടയാളമുള്ള ഒരുത്തനെയും തുടരുത് എന്ന് പറയുന്ന വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കണമോ? പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മൾ ഏൽക്കണം. ആത്മാവിൻ്റെ സാന്നിധ്യത്തിനകത്ത് മറയണം. അങ്ങനെയെങ്കിൽ ഒരു ദോഷം വരില്ല. സകലത്തെയും ചവിട്ടി മെതിച്ച മുൻപോട്ട് പോകുന്ന, സകലത്തിന്മേലും ജയം കൽപ്പിക്കപ്പെടുന്ന, സകലത്തെയും കൽക്കിഴാക്കുന്ന അധികാരം അവിടുന്ന് നൽകിയിരിക്കുന്നെങ്കിൽ ഭയം മാറ്റി അധികാരത്തോടെ കൽപ്പിക്കൂ. ചിലത് മാറുകയാണ്. ചില ദോഷത്തിൻ്റെ ശക്തികൾ, ചില ശാപത്തിൻ്റെ ശക്തികൾ ഇന്ന് പകൽ പൊട്ടിമാറി ജനം ആത്മാവിൽ സ്വതന്ത്രരാക്കി യേശുവിൻ്റെ നാമത്തിൽ പിതാവ് ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, തലമുറകളുടെ മേൽ ഭയം വ്യാപരിച്ച് ഒതുക്കപ്പെട്ടവരുടെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കുന്നെങ്കിൽ നിറയ്ക്കുന്ന നിറവ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയിൽ അവർ നിറയട്ടെ, അഭിഷേകത്തിൽ നിറയട്ടെ, ആത്മശക്തിയിൽ നിറയട്ടെ. വചനത്തിൻ്റെ ഒരു നിറവ് ജനത്തിൻ്റെ അകത്തിന്ന് പകൽ വ്യാപരിക്കുമ്പോൾ ഒരു ദോഷമോ ഒരു നാശമോ എങ്ങും സംഭവിക്കാതെ അങ്ങയുടെ മഹത്വത്തിൻ്റെ വാഴ്ച ഞങ്ങളുടെ അകത്ത് വെളിപ്പെട്ടെങ്കിൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു ഞങ്ങളുടെ അകത്ത് വാഴുന്നെങ്കിൽ ഒരു ദുഷ്ടശക്തിക്കും നാശം വിതയ്ക്കാൻ, ദോഷം വിതയ്ക്കാൻ കഴിയത്തില്ലെന്ന് ആത്മാവ് ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിച്ചതിന് സ്തോത്രം. ദൈവാത്മാവ് ഞങ്ങളുടെ പ്രവൃത്തി ഇന്ന് പകൽ ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. അവർ ധൈര്യത്തോടെ എഴുന്നേൽക്കട്ടെ, ആത്മാവിൽ ശക്തരാകട്ടെ, മുഖങ്ങൾ പൊട്ടട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ തകരട്ടെ, ദൈവകൃപയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തുവിൽ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവശക്തി ഏറ്റെടുക്കൂ. ഒരു ദോഷവും നാശവും സംഭവിക്കില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ദൈവം ചുറ്റിക്കൊള്ളും. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൻ നിങ്ങളുടെ സഹ